അപ്പോഴേ നമ്മൾ ഇന്നത്തെ റെഡിക്കാനോ അത് ഞാൻ മിൻറ്റ് കാണിച്ചു തരാം. മിൻറ്റ് കുറേ സൈഡ് നമ്മൾ പുറത്തുനിന്ന് എടുക്കലായിരുന്നു. ഓക്കെ, അപ്പോൾ മിൻറ്റ് ചിലപ്പോൾ നമ്മൾ മിൻറ്റ് സെയിൽ ചെയ്യും. മിൻറ്റിന് മുമ്പ് നമ്മൾ സെയിലാക്കാൻ നിന്നാണ്. അപ്പോൾ ചിലപ്പോൾ സെയിൽ ചെയ്യും. ആർക്കും താല്പര്യം വിളിക്കുക, നല്ലൊരു പ്രൈസിന് നമുക്ക് തരാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളിത് സ്റ്റോക്ക് കണ്ടീഷനിലാക്കും. സ്റ്റോക്ക് മീൻസ് ജസ്റ്റ് സ്കേർട്ടും അങ്ങനെയുള്ള സംഭവം. കാരണം ജീറ്റിൻ്റെ കിറ്റ് ഒഴിവാക്കിയിട്ട് സ്കേർട്ടും കാര്യങ്ങൾ ചെയ്യും. ഓൾ എന്തായാലും വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഓണർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ചിലപ്പോൾ സ്ലോ തന്നെ ആയിരിക്കും. കാരണം ഇത് സത്യം പറഞ്ഞിട്ട് ഓണർ നാട്ടിലില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ വണ്ടി സ്ലോ ആയിരിക്കും. കാരണം പുള്ളി വരുമ്പോഴത്തേക്ക് സെറ്റായാൽ മതി എന്നാണ് പറഞ്ഞത്. പിന്നെ ഇനിയിപ്പോൾ ഉള്ള വണ്ടികളൊക്കെ ഇറങ്ങാനാട്ടോ. ഒരുപാട് വണ്ടി നമ്മളെ ഫോർച്യൂണർ, BM, അൾട്ടീസ്, 3 അൾട്ടീസ് ഇറങ്ങാനുണ്ട്. അതൊക്കെ ഇറങ്ങാനായിട്ട് റെഡി ആയിട്ട് കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിപ്പോൾ ഇന്ന് കയറ്റണം. ഇതും അതേപോലെ ഇന്നോ നാളെ കയറ്റണം. ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്കൊക്കെ കഴിഞ്ഞു. കാരണം സ്പീക്കേഴ്സ് അപ്ഡേറ്റ് ചെയ്തു. അതേപോലെ തന്നെ ആംബിയൻസ് ലൈറ്റ് കാര്യങ്ങൾ. അപ്പോൾ ഇൻറ്റീരിയറിൻ്റെ വർക്കിന് സ്റ്റിയറിംഗ് നമുക്ക് ചേഞ്ച് ചെയ്യാനുണ്ട്. അതുപോലെ കാർബൺ ഡിപ്പ് ചെയ്ത സാധനങ്ങൾ ഫിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഇത് പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് ഉണ്ടല്ലോ വണ്ടി കൊടുക്കുന്ന സമയത്ത് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് കരുതി. കാരണം എന്താ വെച്ചാൽ സ്റ്റിയറിംഗ് ഒക്കെ നമ്മളിപ്പോൾ മാറ്റിയിട്ട് വെറുതെ ഒരു പഴക്കം തോന്നുന്നു. കാരണം എന്തായാലും ഒരു 10 ദിവസം എന്തായാലും വേണം. കാരണം പെയിൻറ്റിങ്ങും കാര്യങ്ങളും എല്ലാം തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 10 ദിവസം പഴയതിനിട്ട് ഓടിക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ വെറുതെ പുതിയത് വെച്ചിട്ട് അത് സ്ക്രാച്ചും കാര്യങ്ങളും ആക്കണ്ടല്ലോ എന്ന് കരുതി. ഇനി പുതിയ വണ്ടി വരാനുള്ളത് നമുക്ക് ഒരു ക്രിസ്റ്റയും കാര്യങ്ങളാണ് വരാനുള്ളത്. അപ്പോൾ അതാണ് ഇന്നത്തെ സ്റ്റാർട്ടിങ്. എന്തായാലും അപ്പോൾ അടുത്ത് സ്റ്റാർട്ട് ചെയ്ത ബമ്പറും കാര്യങ്ങളും GT-ൻ്റെ ഓൾറെഡി ബാക്ക് ബമ്പർ സെറ്റാണ്. ഫ്രണ്ട് ബമ്പർ സെറ്റ് ചെയ്തിരുന്നിട്ടാണ്. പിന്നെ ആ ബമ്പർ ചെറിയ ഡാമേജ് വന്നപ്പോൾ നമ്മൾ എന്താക്കി വേറെ ബമ്പർ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മളിത് ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് സെറ്റാക്കി നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഫിക്സ് ആക്കി നോക്കണം. അപ്പോൾ ഞാനും പിന്നെ ജസ്റ്റ് ഒന്ന് സെറ്റാക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ GT-ൻ്റെ ബമ്പർ തന്നെയാണ് നമ്മൾ WRC അറിയുന്നല്ല, കറക്റ്റ് പക്ക GT ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സെക്കൻഡ് നോക്കുകയാണെങ്കിൽ ഒരു ഇന്നോവയാണ്. ഇന്നോവ നമുക്ക് മുമ്പ് നമ്മൾ ടൈലാമ്പൊക്കെ മാറി ഇന്നോവയാണ്. ഫോഗ്ലാമ്പിൻ്റെ ബൾബ് ടൈലാമ്പൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തൊരു ഇന്നോവയാണ്. അപ്പോൾ ഇതിൻ്റെ റിയർ ബമ്പർ ഒന്ന് റീപ്ലേസ് ചെയ്യണം. പെയിൻറ്റിങ് ഇല്ല കേട്ടോ. റിയർ ബമ്പർ ഒന്ന് റീപ്ലേസ് ചെയ്യണം. പെയിൻറ്റിങ് അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അവർക്ക് എന്തൊരു ഇവിടെ പോകാൻ എന്തോ ഉണ്ട്. അപ്പോൾ ഈ പൊട്ടിയ ബമ്പർ വെച്ച് പോകേണ്ടതെന്ന് എഴുതിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഡിക്കിങ് കാര്യങ്ങളൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്യാണ്ട്. ഓക്കെ, ദെൻ സെക്കൻഡ് നമുക്ക് ഈ ഒരു ബ്രസ്സാണ്. അപ്പോൾ ഇതിൻ്റെ നാനോ സെറാമിക് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നാനോ ടിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പ് എൻകോർ ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ അവർക്ക് എന്തോ ഒഴിവുണ്ടായില്ല. അപ്പോൾ ഒന്ന് രണ്ടാമത് ഫുള്ള് സെറ്റ് ചെയ്ത് ജസ്റ്റ് വെയിലത്തേക്ക് ഇറങ്ങുമ്പോൾ, കാരണം ഒരു സൺലൈറ്റ് കയറുമ്പോഴാണ് അതിൻ്റെ രസമൊക്കെ കാണാൻ. കണ്ടോ, നാനോ സെറാമിക് എന്തായാലും നമ്മൾ റെക്കമെൻഡ് ചെയ്യും. കാരണം അത്രയ്ക്ക് ഉപകാരമുള്ളൊരു ഫിലിമാണ്. കാരണം അത്രയ്ക്ക് ഫിനിഷാണ് അതിൻ്റെ ഇത് വരിക. അപ്പോൾ ഇത് വെന്നീരുള്ള വണ്ടിയാണ് കേട്ടോ. നമ്മളെ ഷോപ്പിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 7 കിലോമീറ്റർ ഡിസ്റ്റൻസുള്ള വണ്ടിയാണ്. അപ്പോൾ കഴിഞ്ഞു. അപ്പോൾ അവർ ഓക്കെയാണ് കേട്ടോ. കസ്റ്റമർ ഹാപ്പിയാണ്. അപ്പോൾ ഇനി അടുത്തത് ഇന്നോവൻ്റെ ബമ്പർ മാറ്റാനുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത വർക്കാണ്. ഓളോൻ്റെ കിറ്റും കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റാക്കി വെച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ ബമ്പർ നമ്മൾ മാറ്റമല്ല. കാരണം ഇതിൽ സെൻസറും റിഫ്ലക്ടറും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്താ സംഭവം വെച്ചാൽ പെയിൻ്റ് അടിച്ചിട്ട് ഇത് മാറ്റുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എന്തായാലും പെയിൻ്റ് അടിച്ചിട്ട് മാറ്റാൻ വിചാരിച്ചു കേട്ടോ. സാധനം വിചാരിച്ചാണ്. അപ്പോൾ ഈ എക്സ്ട്രാ നമുക്ക് കൂളിങ്ങും അതേപോലെ തന്നെ വീൽ കപ്പ് ഒരു നോക്കിയിട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇഷ്ടപ്പെട്ട സാധനം കിട്ടിയാൽ വീൽ കപ്പ് ചെയ്യണം. പിന്നെ ഗിയർ നോബ് ചിലപ്പോൾ മാറും. പക്ഷേ ഗിയർ നോബ് ഇതിൽ ഈ ഒരു ഇത് കുടുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അത് ചിലപ്പോൾ ടാസ്ക് ആവും. കാരണം ഇതിങ്ങനെ ഒരു പ്രസ് ചെയ്ത് കിട്ടേണ്ടതാണ്. അപ്പോൾ മുഖത്തൊക്കെ ഒരുമ്പി പോയിട്ടുണ്ട്. കൂളിങ് കൂളിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വേറെ വർക്കൊന്നുമില്ല. കാര്യമായിട്ട് തന്നെ കൂളിങ്ങും പിന്നെ 4 സൈഡ് കൂളിങ്ങും 3 സൈഡ് ഫ്രണ്ടില്ല കേട്ടോ. 3 സൈഡ് കൂളിങ്ങും അതേപോലെ തന്നെ വീൽ കപ്പും ഗിയർ നോബും കേട്ടോ. അപ്പോൾ അത് ചെയ്യേണ്ടത്. ബാക്കി ജസ്റ്റ് നമുക്ക് അപ്പോൾ ഇതിൻ്റെ കൂളിങ് ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഓക്കെ, നമ്മൾ 35 ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, ഫ്രണ്ടില്ല, ബാക്കും 1 സൈഡും കഴിഞ്ഞു. ഇപ്പോൾ അടുത്ത് നമുക്കൊരു സ്വിഫ്റ്റാണ് ചെയ്യാറുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ സ്വിഫ്റ്റ് ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ നേരെ സ്വിഫ്റ്റ് ഇങ്ങോട്ട് കയറ്റും. അപ്പോൾ ഇതിന് നമ്മൾ വീൽ കവർ ഇട്ടുണ്ട് കേട്ടോ. ഈ ഒരു സാധനമാണ് നമ്മളിതിന് ചെയ്യുന്നത്. വീൽ കപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇത് അത്യാവശ്യം ഒരു പ്രീമിയം ടൈപ്പ് വീൽ കപ്പാണ്. മറ്റേ ലോക്കലല്ല, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനം കേട്ടോ. ഇപ്പോൾ ലാസ്റ്റ് ഫൈനലി ഒരു വീലും കൂടെ അപ്പുറമൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഫ്രണ്ടും ഇട്ടു. പിന്നെ മെയിൻലി കൂളിംഗ് ആണ് കേട്ടോ. അതേപോലെ തന്നെ ഗിയർ നോബ് മാറ്റിയിട്ടുണ്ട്. ഗിയർ നോബ് നമ്മളൊരു ഓയിൽ ടൈപ്പ് ഒരു മാരുതിൻ്റെ ഒരു ജെനുവിൻ ടൈപ്പ് ആയിരുന്ന ഗിയർ നോബ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ വീൽ കപ്പ് അത്യാവശ്യം നമ്മളല്ലോ നല്ലൊരു വീൽ കപ്പാണ്.
അപ്പോൾ എക്സ്ട്രാ കൂളിങ്ങും ഇതൊക്കെ കഴിഞ്ഞ് കസ്റ്റമർ വണ്ടി കൊണ്ടുപോവാണ്. മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അടുത്ത് സ്വിഫ്റ്റ് ഇവിടെ കൂളിങ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, സ്വിഫ്റ്റ് നമ്മൾ 35 ഐക്കോളാണ് ചെയ്യുന്നത് കേട്ടോ. ഇതും 4 സൈഡ് ഫ്രണ്ടില്ല, ബാക്കി മൊത്തം സൈഡുമാണ് ചെയ്യുന്നത്. ഫ്രണ്ട് വെച്ചിട്ട് ബാക്കി ഫുൾ ഗ്ലാസ്സിൽ കേട്ടോ അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ 35 ചെയ്തിട്ടുള്ളത്. ഇതിൽ സണ്ണ ചെയ്തിട്ടുള്ളത് കേട്ടോ, സോറി. അപ്പോൾ സ്വിഫ്റ്റിൻ്റെ കൂളിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ ഐക്കോളാണ്. ജസ്റ്റ് നമ്മളൊരു ഷാർപ്പിൻ ആൻറ്റിനും ചെയ്തിട്ടുണ്ട് HODൻ്റെ. അപ്പോൾ വണ്ടി ഇറങ്ങാണ്. കാരണം നമുക്ക് അത്യാവശ്യം ഡാർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ നല്ലൊരു ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ ഒരു എറ്റിയോസ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫോഗ് ഇത് പഴയ ഫോഗാണ്. ഇത് മാറ്റിയിട്ട് ആ ഒരു ഓയിൽ ടൈപ്പിലുള്ള ഫോഗ് ഉണ്ടോ, ഇതിൽ ഫോഗ് ഇൻസ്റ്റാൾ ചെയ്യാൻ വന്നതാണ്. അപ്പോൾ അത് ശേഷം ക്ലോസ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ മുമ്പ് ഒന്നാണ് ഷട്ടർ ഇപ്പോൾ അടച്ചാണ്. അപ്പോൾ ബമ്പറും കാര്യങ്ങളൊക്കെ അയച്ച് ഇത് റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, ബൾബും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ബൾബ് വൈറ്റ് ബൾബ് ആഡ് ചെയ്യുന്നുണ്ട്. ഇറങ്ങിയാൽ വൈറ്റ് ബൾബ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരിത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കിണ്ണും അതേപോലെ തന്നെ ബൾബും മാറ്റിയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ലാസ്റ്റ് ഇൻസ്റ്റാളേഷനാണ്. അതേപോലെ കപ്ലർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്പോൾ എറ്റിയോസിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഫോഗ് ബൾബും മാറ്റി, അതുപോലെ കിണ്ണും മാറ്റിയിട്ടുണ്ട്. വൈറ്റാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ രണ്ടിലും. അപ്പോൾ ഏകദേശം ഇത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമർ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കൊണ്ടുപോകും അപ്പോൾ എറ്റിയോസ് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് ഇന്നോവ ഇവിടെ കയറ്റി തരാനുണ്ട്. അതേപോലെ തന്നെ അൾട്ടീസ് കയറ്റി തരാനുണ്ട്. അപ്പോൾ എറ്റിയോസ് പോയി കേട്ടോ. ഫോഗ് ലാമ്പ് മാറി, ബൾബും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്നോവ രണ്ടാമത് ഞാൻ പറഞ്ഞിട്ട് നമ്മൾ ഒരു കൊണ്ടുപോകും. തലക്കാലം 2 ദിവസം ബാംഗ്ലൂർ പോകേണ്ട കഴിഞ്ഞാൽ വരുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്കിതിൽ കുറച്ച് ടച്ചിങ് ചെയ്യാനുണ്ട്. കാരണം 2 സ്ക്രാച്ച് പോകുന്നുണ്ട്. അപ്പോൾ അത് ടച്ച് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ എറ്റിയോസ് നമ്മൾ അടുത്ത് കേരളത്തിൽ കയറുന്ന എറ്റിയോസാണ്. എറ്റിയോസിൻ്റെ ബമ്പറും കാര്യങ്ങളൊക്കെ പ്രൈമർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് നമ്മൾ ഇറക്കും കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ നമുക്കൊരു അൾട്ടീസും, സോറി എറ്റിയോസ് അല്ല അൾട്ടീസാണ്, ഇതാണ് എറ്റിയോസ് പോകാൻ കേട്ടോ. അപ്പോൾ അടുത്ത അൾട്ടീസ് ഇറങ്ങാനായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് നമുക്ക് ടച്ചിങ് കാര്യങ്ങളും തുടങ്ങാനുണ്ട്. അപ്പോൾ അതുപോലെ ഇന്നത്തെ പരിപാടി കഴിയാറായി. 2 വണ്ടി ഫുള്ള് കയറ്റും. അപ്പോൾ നാളെ മറ്റു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ഓൾ.